ഹയോ, അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് ഈ 370 റുപ്പീസിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഡോക്ടർ സേജൽ പവറിൻ്റെ ഇഷ്യൂ. സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഇഷ്യൂസിനെയും കുറിച്ച് വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ച ഒരാളല്ല. പക്ഷേ എനിക്കിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ചിലവർ കമൻസിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പുരുഷൻ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വലിയ ന്യൂസായി മാറുന്നു. അറ്റ് ദി സെയിം ടൈം ഒരു സ്ത്രീ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്യപ്പെടുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കുകയാണെന്നുള്ള ഒരു വോയിസ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ്. ഈ 370 റുപ്പീസ് വന്നതിന് ശേഷമാണ് ഈ ഡോക്ടർ സേജൽ പവറിൻ്റെ ഇഷ്യൂ പ്രൈസ് ചെയ്ത് വരുന്നത്. പക്ഷേ ഈ 370 റുപ്പീസ് നടക്കുന്നതിന് മുന്നേ തന്നെ ഈ സേജൽ പവറിൻ്റെ ഈ ഒരു വീഡിയോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് അന്ന് തന്നെ ഒരു ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്തില്ല? ആ ഒരു ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു 370 റുപ്പീസിൻ്റെ കാര്യം ആവശ്യം വന്നല്ലോ എന്നുള്ളതാണ്. ഇവിടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയും. ഒരാണിൻ്റെ തെറ്റിനെ ശരിവെക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് ചെയ്ത തെറ്റിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇവിടെ ജെൻഡർ അല്ല ഇമ്പോർട്ടൻറ്റ്. ഒരാണോ ഒരു പെണ്ണോ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഒരു തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ തെറ്റ് ചെയ്താലും അത് റേസ് ചെയ്യണം, അതൊരു ഇഷ്യൂ ആവണം, അവർ രണ്ടുപേരും അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു പുരുഷൻ്റെ തെറ്റ് വന്നു, അപ്പം അതിന് ഒരു ഈക്വലായിട്ട് ഒരു സ്ത്രീൻ്റെ തെറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യണം, അതല്ല. ഒരു തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ റീച്ചസ് ഓൾ ഓഫ് ദം ഹൂ തിങ്ക് ലൈക്ക് ദാറ്റ്. സോ അത്രയേ ഉള്ളൂ. ബൈ.